ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് HTML CSS ജാവാസ്ക്രിപ്റ്റൊക്കെ നമ്മൾ കണ്ടു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വെബ്സൈറ്റ് റെസ്പോൺസീവ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2-3 വീഡിയോസിൽ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയാം. അത് എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഏതൊരു ഡിവൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അതായത് ഏതൊരു സ്ക്രീൻ സൈസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ വെബ്സൈറ്റ് അടിപൊളിയായിട്ടിരിക്കണം. അതായത് ആ വെബ്സൈറ്റിൻ്റെ ലേഔട്ടിൽ വ്യത്യാസപ്പെടുത്തി അത് വായിക്കാൻ പറ്റാത്ത രീതിയിലൊന്നും ആയിരിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടില്ലേ, ഏതൊരു സ്ക്രീൻ സൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതനുസരിച്ച് ആ ലേഔട്ട് അഡാപ്റ്റ് ആവണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മളൊരു വെബ്സൈറ്റ് സ്ക്രാച്ച് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് മൊബൈൽ എടുക്കുന്ന ആളുകൾക്ക് അത് കറക്റ്റായിട്ട് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. SEO കാര്യങ്ങൾക്ക്, പെർഫോമൻസ് അല്ല, SEO കാര്യങ്ങൾക്കൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ റെസ്പോൺസീവ് വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വെബ്സൈറ്റുകളും റെസ്പോൺസീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വെബ്സൈറ്റുകളാണേലും സ്ക്രാച്ച് ചെയ്ത് ഉണ്ടാക്കുന്ന വെബ്സൈറ്റുകളാണേലും അത് എന്താ പറയുക, റെസ്പോൺസീവ് ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കല്ലേ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമേജ് കാണാൻ സാധിക്കും. ഇവിടെ ഇമേജിൽ കുറേ ടൈലുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ 1 1 2 2 3 3 4 6 എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ആലോചിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെബ്സൈറ്റിൽ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലേഔട്ടിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഫുൾ വിഡ്ത്തിൻ്റെ ഒരു സൈസ് എന്ന് പറയണത് 12 ആണ്. 12 ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 ടൈലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ 12 ടൈലിൽ നമ്മൾക്ക് ആവശ്യാനുസരണം കൂട്ടി യോജിപ്പിച്ചൊക്കെ ആയിരിക്കും നമ്മളതിൻ്റെ ആ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്തിനാണെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്രിഡ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലേഔട്ട് സിസ്റ്റത്തിൽ ഞാൻ എൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വരും. അത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾക്ക് ആവശ്യാനുസരണം അത് താഴേക്ക്, അതായത് ഇപ്പോൾ വലിയൊരു സ്ക്രീനിൽ കുറേ ഡീറ്റെയിൽസ് വരുന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ ചെറുതാവുന്നതിനനുസരിച്ച് ഈ വരുന്ന ഡീറ്റെയിൽസിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിലല്ലേ നമുക്കതിനെ റെസ്പോൺസീവ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ യൂട്യൂബിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. യൂട്യൂബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ രീതി കണ്ടില്ലേ. ഓരോ ടൈലും ഇതൊരു ടൈല്, അടുത്ത ടൈല്, അടുത്ത ടൈല്, അടുത്ത ടൈല്. ഇത് 4ൻ്റെയും ഒരു ഓവറോൾ സൈസ് എന്ന് പറയുന്നത് ഒരു 12 സൈസ് ആയിരിക്കും. അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ ആ ഇമേജിൽ ഏതായിരിക്കും, ഏത് സൈസ് ആയിരിക്കും? ഈ ഒരു ടൈലിന് 3 ആയിരിക്കും. കാരണം 4 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. അതാണ് നമ്മുടെ മെയിൻ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ലേഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്പേസ് ടോട്ടൽ 12 ആയിരിക്കണം. അപ്പോഴാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിതിനെ കുറച്ച് വരുമ്പോൾ ആ ടൈല് ആവശ്യാനുസരണം ഓരോന്ന് കണ്ട, അത് 3 താഴേക്ക് പോകുന്നു. 3 2 കേട്ടാ, ആ താഴേക്ക് പോരണേ. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റണേ, അല്ലെങ്കിൽ ആവശ്യാനുസരണം ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മുകളിലേക്ക് കൊടുക്കാൻ പറ്റണം. എങ്ങനെയാണ്? അതിന് ഞാൻ മുറിച്ച് വെച്ചിട്ടാണ് കാരണം. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റ് ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ മുറിച്ച് വെച്ചേക്കുന്ന കാരണത്താലാണ് നമുക്ക് അതിനെ റെസ്പോൺസീവ് ആക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മുറിച്ച് വെക്കുന്ന കുറച്ച് രീതികളാണ് ഇങ്ങനെ. നമുക്ക് വേണമെങ്കിൽ 12നെയും 12 പീസാക്കി മുറിക്കാം. 1 1 1 1 1 12 എണ്ണം അങ്ങനെ നമുക്ക് എടുക്കാം വേണമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ 2 സ്പേസ് വെച്ചെടുക്കാം, അല്ലെങ്കിൽ 3 വെച്ചെടുക്കാം, അല്ലെങ്കിൽ 4 വെച്ചെടുക്കാം, അല്ലെങ്കിൽ 6 വെച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 4 എടുക്കാം, അപ്പോൾ 8 4. വേണമെങ്കിൽ ഈ 3 എടുക്കാം, അപ്പോൾ 9 3. വേണമെങ്കിൽ ഈ 2 എടുത്തിട്ട് ഈ 4 2 എടുക്കാം. അപ്പം അതിൻ്റെ അൾട്ടിമേറ്റ് ഞാൻ പറഞ്ഞ പോലെ കൂട്ടി വരുമ്പോൾ 12 ആവണം. ആ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ കട്ടിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള സ്ക്രീനിൽ യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. യൂട്യൂബ് തന്നെ എടുക്കാം. യൂട്യൂബ് എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്ക്. ഇപ്പം ഇത് 3 3 3 3 ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പം 3 3 അല്ല, 1 2 3 3 ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? 4 4 4.
ഓക്കെ അല്ലേ? അത് ഞാൻ പറയാനാണ് കാരണം ഓരോ ഡിവൈസിൽ തന്നെ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കട്ട് ചെയ്യൽ എങ്ങനെ തീരുമാനിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണത്. അതായത് നമ്മൾ പറഞ്ഞു വയ്ക്കും ലാർജ് സ്ക്രീനിൽ എനിക്ക് ഒരു ടൈലിന് 3 സൈസ് വേണം, തൊട്ട് മീഡിയം സൈസിലേക്ക് വരുമ്പോൾ എനിക്ക് 4 വേണം. പറഞ്ഞു മനസ്സിലായ? ഓക്കെ. തൊട്ട് അടിയിലത്തെ സ്ക്രീൻ ടൈപ്പ് സ്മോളിലേക്ക് വരുമ്പോൾ എനിക്കത് ഇവിടെ നോക്കിയേ 6 വേണം, പകുതി സൈസ് എനിക്ക് വേണം. കാരണം നമ്മുടെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ ഇതിന് നിങ്ങൾ ഇപ്പോൾ 2 സൈസ് അല്ലെങ്കിൽ 3 സൈസ് കൊടുത്തു നോക്കിയേ. ഇപ്പോൾ ഈ ചെറിയൊരു സ്ക്രീൻ സൈസിൽ തന്നെ നമ്മൾ 4 കുത്തിക്കാരെ ശ്രമിച്ചു നോക്കിയേ, ഒന്നും വായിക്കാൻ പറ്റില്ല. മനസ്സിലായി? ചെറുതായി പോകും. അപ്പോൾ മാക്സിമം സൈസ് കുറയുന്നതനുസരിച്ച് ആ മാക്സിമം സൈസ് നമ്മൾ എടുക്കണം ഓരോന്നിനും. അപ്പോൾ വായിക്കാനുള്ള എളുപ്പത്തിന് സൈസ് കുറയുമ്പോൾ ഒരെണ്ണമായിട്ട് മാറും. ഒരെണ്ണമായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇത്ര സൈസ് 12 ഫുൾ പിടുത്തെടുത്തില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സിസ്റ്റം കാര്യങ്ങൾ വരണത്. ഇപ്പോൾ ഗ്രിഡ് സിസ്റ്റം നിങ്ങൾക്ക് ഒരുവിധം ക്ലിയർ ആയില്ലേ? ഈ ഗ്രിഡ് സിസ്റ്റം. അപ്പോൾ ഈ ഗ്രിഡ് സിസ്റ്റം പ്രകാരമായിരിക്കും നമ്മുടെ ഫ്രെയിം വർക്കുകൾ പ്രവർത്തിക്കുക. ഇപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് ആണെങ്കിലും മെറ്റീരിയലൈസ് ആണെങ്കിലും എന്ത് ടൈപ്പ് ഫ്രെയിം വർക്ക് എടുത്തു കഴിഞ്ഞാലും ഫ്രണ്ട് ആൻഡ് ഫ്രെയിം വർക്ക് എടുത്തു കഴിഞ്ഞാലും അതിൽ ഈ ഒരു പരിപാടി ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ ഈ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു ലേഔട്ടിൻ്റെ ആ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഇത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ടെങ്കിൽ അവിടെ ഇന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. 2-3 പ്രാവശ്യം നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നീട് നമ്മളൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കാം. ഇനി ഞാൻ പറഞ്ഞു ഓരോ സ്ക്രീൻ സൈസിലും ഞാൻ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു. അതായത് ഫുൾ സ്ക്രീൻ പി സിയുടെ ഇതിൽ എനിക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഓരോ ടൈല് 3 3 3 3 ആണെങ്കിൽ മീഡിയം സൈസിലേക്ക് വരുമ്പോൾ അത് 4 4 4 ആയി. പിന്നെ തൊട്ട് താഴെ വരുമ്പോൾ 6 6 ആയി. അപ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യണേ? അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതായത് ഓരോ സ്ക്രീൻ സൈസിലേക്ക് വരുമ്പോൾ ആ ഒരു എന്താ പറയുക, ഈ ഒരു ഗ്രിഡ് സൈസ് എങ്ങനെ ഞാൻ മാറ്റണേ എന്നൊരു ഡൗട്ട് വരുന്നുണ്ടാവും. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് മീഡിയ ക്വറി. ഓക്കെ, മീഡിയ ക്വറി മീഡിയ ക്വറി. ഓക്കെ, അപ്പോൾ മീഡിയ ക്വറി നമ്മൾ ഫസ്റ്റ് വരുന്ന റിസൾട്ടിന് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ അറിയാൻ സാധിക്കും നമ്മുടെ W3 സ്കൂൾസിൻ്റെ വെബ്സൈറ്റിൽ. ഓക്കെ, അപ്പം മീഡിയ ക്വറി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുക. മീൻസ് CSSൻ്റെ ഡിസൈനുകൾ അല്ലെങ്കിൽ സ്റ്റൈലുകൾ ഓരോ സ്ക്രീൻ സൈസിലേക്കും നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു H1 ടാഗ് ഉണ്ടാക്കാം, ഹെഡിങ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനെ സേവ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഹെഡിങ് കിട്ടി. എൻ്റെ സ്റ്റൈലിൽ വന്നിട്ട് H1 ഇത് തുറക്കുക, എന്നിട്ട് കളർ റെഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ റെഡ് കളർ കിട്ടിയില്ലേ? നമുക്കിനി ഇൻസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മീഡിയ ക്വറി വർക്ക് ചെയ്യുന്ന രീതി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ തുറന്നു വന്നു. സാധാരണ ഇത് നിങ്ങളിൽ തുറന്നു വരണമെന്നില്ല, മീൻസ് ഇങ്ങനെ വിൻഡോ ആയിട്ട് തുറന്നു വരണില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഡോക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോകും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടം സൈഡിലേക്ക് വരും. ഇതല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് വിൻഡോ ആയിട്ട് കയറി വരും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു റീസൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വിഡ്ത്ത് കാണാൻ സാധിക്കും, ഹൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ സ്ക്രീനിൻ്റെ സൈസ്, ഇപ്പോൾ ഇതെൻ്റെ ഫോണാണെങ്കിൽ ഫോണിൻ്റെ സൈസ് ഇങ്ങനെ, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ വീതി കൂടി വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മളതിൻ്റെ ആ ഒരു മീഡിയ ക്വറി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ വിഡ്ത്തായിരിക്കും. ഓക്കെ, വിഡ്ത്തായിരിക്കും. അപ്പോൾ ഇതിൽ മീഡിയ ക്വറി വെച്ചിട്ട് നമുക്ക് CSS പ്രോപ്പർട്ടീസ് എങ്ങനെ ഓരോ സ്ക്രീൻ സൈസിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ മീഡിയ ക്വറി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? @media എന്നിട്ട് ഓൾ, അതായത് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലും, എന്നിട്ട് ആൻഡ് അടുത്ത ഒരു കണ്ടീഷൻ കൂടി നമ്മൾ വെക്കുകയാണ്. എന്ത് കണ്ടീഷൻ? മാക്സ് വിഡ്ത്ത് അല്ലെങ്കിൽ മിൻ വിഡ്ത്ത്, അതായത് മിനിമം വിഡ്ത്ത്. ഇപ്പോൾ ഇവിടെ മാക്സ് വിഡ്ത്ത് നമ്മൾ കൊടുത്തു, എന്നിട്ട് പറയാണ് 500 പിക്സൽ. അതായത് മാക്സ് വിഡ്ത്ത് 500 പിക്സൽ വരെ ഉള്ള ഡിവൈസുകളിൽ ഇവിടെ ഞാൻ കൊടുക്കുന്ന CSS പ്രോപ്പർട്ടീസ് വർക്ക് ചെയ്യും. ഓക്കെ,
അതിനുശേഷമാണ് വേറെ അതിനുശേഷം വരുന്ന പ്രോപ്പർട്ടീസൊക്കെ അതിന് ഡിഫൈൻ ചെയ്ത് വെച്ച് വേണം പോലെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് 500 പിക്സലിന് താഴെ വരുന്ന ഡിവൈസുകളിലൊക്കെ വിഡ്ത്ത് 500 പിക്സലിന് താഴെ വരുന്ന ഡിവൈസുകളിലൊക്കെ ഈ ഹെഡിങ് എനിക്ക് ബ്ലൂ കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് എങ്ങനെ ചെയ്യും? H1 ബ്ലൂ ആക്കി ഞാൻ. അപ്പോൾ നമ്മൾ മാക്സ് വിഡ്ത്ത് ഇപ്പോൾ 500 പിക്സൽ കൊടുത്തേക്കണത്. അപ്പോൾ എനിക്ക് ഹെഡിങ് 500 പിക്സലിന് താഴെ വരുമ്പോൾ അത് ബ്ലൂ കളർ ആവണം. അതാണ് ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന മീഡിയ ക്വറി. ഓക്കെ, അപ്പോൾ ഇപ്പം എനിക്കിവിടെ 868 കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറയ്ക്കുന്നതനുസരിച്ച് കണ്ടുകൊള്ളട്ടാ. അവിടെ 500 എത്തുന്നത് വരെ ഒന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ 500-ന് താഴെ പോണ വഴി അത് ബ്ലൂ കളറായി. കാരണം 500-ന് താഴെ വെക്കുമ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന CSS പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ മീഡിയ ക്വറി കൊടുക്കുമ്പോൾ H1 ടാഗ് ഇപ്പം ഞാൻ താഴെയാണ് കൊടുത്തതെന്ന് വയ്ക്കുക. അതായത് മീഡിയ കൊടുത്തതിന് താഴെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ CSS എപ്പോഴും ടോപ്പ് ടു ബോട്ടമാണ് വർക്ക് ചെയ്യുക. അപ്പോൾ മീഡിയ ക്വറി കൊടുത്തേക്കുന്നത് കഴിഞ്ഞിട്ടും ഞാൻ കൊടുത്തേക്കുന്ന ഒരു സംഗതിയാണ് H1. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല, മീഡിയ വർക്ക് ചെയ്യുന്നില്ല. അതിനോ ഈ ഒരു H1 ടാഗിനെ ഓവർ റൈഡ് ചെയ്യണം. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ചിലപ്പോൾ മീഡിയ ക്വറിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് താഴെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ടാഗുകൾ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മളത് വർക്ക് ചെയ്യാണ്ട് കാണും. അപ്പോൾ അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, അപ്പോൾ 500 പിക്സലിന് താഴെ പോകുമ്പോൾ അത് വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് കൊടുത്തേക്കണം. അപ്പോൾ അത് ലെഫ്റ്റ് തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് 500 പിക്സലിന് താഴെ വരുമ്പോൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആക്കണം എന്നുണ്ടെങ്കിലോ? ഓക്കെ, സെൻറ്ററായി. മനസ്സിലായോ? അപ്പോൾ ഓരോന്നും അതിൻ്റേതായ രീതിയിൽ മാറ്റുന്ന കുറച്ച് സംഗതികളാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത്. ഇനി ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത് ബ്ലോക്ക് എലമെൻ്റ് ആയതുകൊണ്ടാണ് ഒരൊറ്റയടിക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്കൊരു എന്താ പറയുക, വിഡ്ത്ത് ഇപ്പോൾ 100% തന്നെയാണ്. പക്ഷേ 500 പിക്സലിന് താഴെ വരുമ്പോൾ വിഡ്ത്ത് ഫിറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ CSS പ്രോപ്പർട്ടീസ് നമുക്ക് മീഡിയ ക്വറി യൂസ് ചെയ്ത് പല സ്ക്രീനിലേക്കും മാറ്റാൻ പറ്റും. അങ്ങനെ പല സ്ക്രീനുകളിലേക്ക് മാറ്റിയാണ് നമ്മൾ ഒരു റെസ്പോൺസീവ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ പൊന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാനിതെല്ലാം നോക്കണമല്ലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെയാണ് നമുക്ക് ഫ്രെയിം വർക്കുകളുടെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് വരുന്നത്. കാരണം ഈ പറയുന്ന സ്ക്രീനുകളിലേക്ക് ഇത് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അവരത് പറയുന്ന പോലെ നമ്മളെടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതാണ് ഫ്രെയിം വർക്കിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ ഒരു എന്താ പറയുക മീഡിയ ക്വറി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഓൾ എന്നുള്ളത് ഡീഫോൾട്ടായിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഇവിടെ കൊടുത്തില്ലെങ്കിലും ഈ പറയുന്ന സംഗതി വർക്ക് ചെയ്തോളും. ഓക്കെ, ഇനി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു രീതി ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്കിത് മൊത്തം കളയാം, എന്നിട്ട് നമുക്കിതും കളയാം. നമുക്കത് ചെറിയൊരു ഹെഡർ ഉണ്ടാക്കാം. ചെറിയൊരു ഹെഡർ ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്ക്രീൻ പോലെയാണെന്ന് വിചാരിച്ചാൽ മതി. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ പോലെയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹെഡർ എന്ന് പറയുന്നത് ഡോട്ട് റാപ്പർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഡിവ് വിത്ത് ക്ലാസ് ഈ കൊടുക്കുന്ന പേരായിട്ട് വരും. അത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, അതിനുള്ളിൽ ഞാനൊരു H1 ടാഗ് കൊടുത്തു, ലോഗോ എന്ന് പറഞ്ഞ പേരിൽ. എന്നിട്ട് ചെറിയൊരു ഹെഡർ പോലെ നമ്മൾ സാധാരണ വെബ്സൈറ്റിൽ കാണുന്ന ഒരു രീതിയിലുള്ള സാധനം. എന്നിട്ടൊരു നാവിഗേഷൻസ് കൊടുത്തു. ജസ്റ്റ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊരു ക്ലാസ് നെയിം കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ വേറെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് CSS കാര്യങ്ങൾ ഉപയോഗിക്കും. നിങ്ങളത് നോക്കണ്ട, കാരണം അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഞാനിവിടെ കൊടുത്തു. ഞാൻ കൊടുത്തിട്ട് ഹോം, എബൌട്ട്, കോണ്ടാക്ട്, കുറച്ച് ലിങ്കുകൾ ഞാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്ന് എനിക്കിവിടെ ലോഗോയും ഇവിടെ എനിക്ക് ലിങ്കുകളും കിട്ടണം. ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഡോട്ട് റാപ്പർ ഡിസ്പ്ലേ ഫ്ലെക്സ് ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ അലൈൻ ഐറ്റം സെൻറ്റർ വിഡ്ത്ത് 100%. ഇത് ചെയ്യണത്രേ ഉള്ളൂ. ഡിസ്പ്ലേ ഫ്ലെക്സ് ടൈപ്പ് കൊടുത്തു, ജസ്റ്റിഫൈ കണ്ടന്റ്, അതായത് ഇതിൻ്റെ തമ്മിലുള്ള എലമെൻറ്റ്സ് തമ്മിൽ ഒരു ബിറ്റ്വീൻ സ്പേസ് ബിറ്റ്വീൻ കൊടുത്തു. എന്നിട്ട് അലൈൻ ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ
വെർട്ടിക്കലായിട്ടുള്ള ഒരു അലൈൻമെൻ്റ് ആണത്. അത് ഞാൻ സെൻറ്റർ കൊടുത്തു. അതായത് ഇങ്ങനെയാണ് ബോക്സ് ഉണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന എലമെൻറ്റ്സിനെ ഞാൻ മുകളിൽ നിന്നും താഴെ നിന്നുള്ള സ്പേസ് ഈക്വലാക്കി കൊടുത്തു. അത് എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ കാണും കേട്ടോ, നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഓക്കെ, വിട്ട് 100% കൊടുത്തു. എന്നിട്ട് പിന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. സോറി, ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ അലൈൻ ഐറ്റം സെൻറ്റർ റാപ്പർ. ഒരു പി കൂടി. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലോഗോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നു, റൈറ്റ് സൈഡിൽ നമ്മുടെ ലിങ്കുകളും കാര്യങ്ങളും വന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ സംഗതിയായി. ഇപ്പോൾ ഇവിടെ ഹോമിനും അബൌട്ടിനും കോൺടാക്റ്റിനും ചെറിയൊരു സ്പേസ് വ്യത്യാസമുണ്ട്. അത് കൊടുക്കണമെങ്കിൽ ഡോട്ട് നാവ്, അത് എവിടെ നിന്നാ? ഈ നാവ് ഇട്ടാ. എന്നിട്ട് ഞാൻ ഈ എ ആണ് പിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എ പിടിച്ചു. എന്നിട്ട് ഒരു മാർജിൻ കൊടുത്തു. മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ സ്പേസ് നമ്മൾ കണ്ടായിരുന്നല്ലേ, ഒരു 5 പിക്സൽ കൊടുത്തു. അപ്പോൾ അത് തമ്മിൽ ചെറിയൊരു വൃത്തിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിങ്ങനെ കുറച്ച് വന്നു കഴിയുമ്പോഴേ ഇതിപ്പോൾ വലിയ പ്രശ്നമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. സർവീസസ്, ബ്ലോഗ്, ടൂൾസ്, ഇങ്ങനെ കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു പൊസിഷൻ വരുമ്പോഴേക്കും അത് തൊട്ടു, പിന്നെ അതങ്ങോട്ട് വൃത്തികേടായി തുടങ്ങി. മൊബൈലിലേക്ക് വരുമ്പോൾ ഇത് വൃത്തികേടായി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? സാധാരണ ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തിട്ടാ, നമ്മളിവിടെ ഒരു ഐക്കൺ വരും, ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് വരും, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഐക്കൺ കിട്ടും. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഹൈഡ് ചെയ്ത് കളയേണ്ടി വരും. കാരണം നമ്മൾക്ക് ഇതിപ്പോൾ കാണണ്ട, കാരണം ഇതാണ് വൃത്തിയായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്കതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? മീഡിയ ക്വറി വെച്ചിട്ട്. ഓക്കെ, അതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? @media, എന്നിട്ട് നമ്മൾ ഇത് എഴുതും മാക്സ് വിഡ്ത്ത്, അതായത് മാക്സിമം. ഇപ്പോൾ എവിടെയാണ് അത് കട്ടാവണമെന്ന് നോക്കിയേ, 420 കൊടുക്കാം. 420 പിക്സലിൽ അത് കട്ടാവണം. എന്നിട്ട് നമ്മൾ തുറന്നിട്ട് നമ്മൾ പറയാണ് ഡോട്ട് നാവ്, അത് എനിക്ക് കാണണ്ട, കണ്ടുപോരുത്, കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ 414, 420 താഴെ വന്നപ്പോൾ, വിഡ്ത്ത് വന്നപ്പോൾ, അതായത് ആ സ്ക്രീൻ വന്നപ്പോൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ആയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പുറമെ വന്നാലോ പ്രശ്നമില്ല. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ മീഡിയ ക്വറി വെച്ചിട്ട് നമുക്ക് റെസ്പോൺസീവ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതിൽ വർക്ക് ചെയ്യുന്ന രീതികളും യൂസ് ചെയ്യുന്ന രീതികളും ആ ഗ്രിഡ് ലേഔട്ട് സിസ്റ്റവും പിന്നെ ഈ പറയുന്ന മീഡിയ ക്വറിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പല സൈസിനും, അതായത് പല സ്ക്രീൻ സൈസിനും നമുക്കത് ഗ്ലോബലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ W3 സ്കൂൾസിലേക്ക് വരാം, നമ്മളെടുത്ത ലിങ്കിലേക്ക് വരാം. താഴെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുൾ മീഡിയ ക്വറി കിട്ടും. ഇൻ കേസ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫ്രെയിം വർക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓൺ സ്പോട്ട് അതിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്ക്രീൻ സൈസാണ് എക്സ്ട്രാ സ്മോൾ ഡിവൈസസ്, പിന്നെ ഈ സ്ക്രീൻ സൈസാണ് സ്മോൾ ഡിവൈസസ്, പിന്നെ മീഡിയം ഡിവൈസസ്, ലാർജ് ഡിവൈസസ്, എക്സ്ട്രാ ലാർജ് ഡിവൈസസ്, അങ്ങനെ കുറേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിവൈസുകൾ അനുസരിച്ച് നമുക്ക് ഇതിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മീഡിയ ക്വറിയും പിന്നെ നമ്മുടെ എന്താ പറയുക ഗ്രിഡ് ലേഔട്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഒരുവിധ ഐഡിയ ആയില്ലേ റെസ്പോൺസീവ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇത് മെയിൻലി നമുക്ക് വലിയ യൂസ് വരില്ല, കാരണം നമുക്ക് ഫ്രെയിം വർക്കുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാതെ തന്നെ എൻ്റേതായ ഡിസൈനുകൾ മാത്രമായിട്ട് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നാൽ മതി, നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ കാണാം കേട്ടോ. ശരി എന്നാൽ.